അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 37 സങ്കീർത്തനം 6 വാക്യം നമുക്ക് വായിക്കാം. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ കൂട്ടത്തിൽ ദാനിയേലിനെയും അവൻ്റെ കൂട്ടുകാരെയും നെബൂഖദ്നേസർ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. യഹൂദ രാജാവായ യഹോയാക്കീം ദൈവസന്നിധിയിൽ വലിയ അപരാധം ചെയ്യുകയും യഹൂദ ജനങ്ങളെ കൊണ്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യുകയും യഹോവയുടെ പ്രവാചകന്മാർക്കെതിരെ ദോഷം പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവനെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോയതെങ്കിൽ ദാനിയേൽ ഒരു തെറ്റും ദൈവത്തോടോ മനുഷ്യരോടോ ചെയ്തില്ല എന്ന് തന്നെയുമല്ല, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് തന്നെത്താൻ അശുദ്ധനാകാതെയാണ് ജീവിച്ചത്. എന്നിട്ടും അവന് ബാബേൽ രാജാവ് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി കാരാഗൃഹത്തിലാക്കി. കാരാഗൃഹ ജീവിതം ദുഷ്കർമ്മികൾക്കെന്ന പോലെ തന്നെ ദാനിയേലിനും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയെങ്കിലും ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്തുവാൻ നെബൂഖദ്നേസർ രാജാവിനോ അവൻ്റെ സൈന്യത്തിനോ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ദൈവത്തോട് അനുസരണത്തോടെ ജീവിച്ചാലും നമ്മെയും നമ്മുടെ നല്ല പ്രവൃത്തികളെയും അടച്ചു സൂക്ഷിച്ച് നമ്മെ ദുഷ്പ്രവൃത്തിക്കാരോട് കൂടെ ആക്കുവാൻ ലോകം ശ്രമിക്കും. നമ്മുടെ നാഥനായ കർത്താവായ യേശു ക്രിസ്തുവിന് ലോകം അപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ നാം മുന്നോട്ട് പോയാൽ കാരാഗ്രഹ അനുഭവം പോലുള്ള പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ ജയാളികളാക്കി പുറത്തു കൊണ്ടുവരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രതികൂലങ്ങൾ അടിക്കടി ദാനിയേലിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവൻ തൻ്റെ ദൈവത്തോടുള്ള അനുസരണം ഉപേക്ഷിക്കുവാനോ തന്നെ നിന്ദിക്കുന്ന കൂട്ടുതടവുകാരുടെ നിന്ന ഭയപ്പെട്ട് അവരോടൊപ്പം പാപം ചെയ്യുവാനോ അവൻ തയ്യാറായില്ല. യോബിനെ പോലെ തന്നെ കാരാഗ്രഹത്തിൽ ദാനിയേൽ ദൈവത്തോടുള്ള തൻ്റെ ഭക്തി അഥവാ ദൈവഭയം മുറുകെ പിടിച്ചു. പലർക്കും ദൈവഭയം നഷ്ടമാകുന്നത് അവരുടെ കൂട്ടുകാർ കളിയാക്കുന്നത് കൊണ്ടോ കൂട്ടുകാരെ ഭയന്നിട്ട് അവരോട് ചേർന്ന് പാപം ചെയ്യുന്നത് കൊണ്ടോ ആകുവാൻ സാധ്യതയുണ്ട്. ഒരു പാസ്റ്ററിൻ്റെ മകനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ പപ്പ ശരിയായ ഭക്തനാണ്, നല്ല ദൈവഭയമുള്ള പാസ്റ്റർ. അവൻ സ്കൂളിൽ ചെന്നാൽ കൂട്ടുകാർ അവനെ കളിയാക്കും. ഉപദേശിയുടെ മകൻ എന്ന് പറഞ്ഞാണ് കൂട്ടുകാർ കളിയാക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവന് പ്രയാസവും തോന്നും. ഒടുവിൽ അവൻ അവരുടെ പരിഹാസത്തിൽ നിന്നും രക്ഷ നേടുവാൻ അവരോട് ചേർന്ന് വിശ്വാസത്തിനെതിരെ പറയുവാൻ തുടങ്ങി. അവൻ്റെ പിതാവിൻ്റെ പാസ്റ്റർ പണിയോട് അവന് താല്പര്യം കുറഞ്ഞു. ഒടുവിൽ അവൻ വീട് വിട്ട് പുറപ്പെട്ടു. നാളുകൾ കറങ്ങിത്തിരിഞ്ഞ് നടന്നു. ചെന്നിടത്തൊന്നും ശുഭം വന്നില്ല. ഒടുവിൽ അവൻ ചെന്നെത്തിയ സ്ഥലത്ത് ചെറിയൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ അവൻ നിർബന്ധിതനായി. ആ കൂട്ടായ്മയിൽ വെച്ച് അവൻ രക്ഷിക്കപ്പെട്ടു. ഒരു ബൈബിൾ സ്കൂളിൽ അവൻ പഠിച്ചു. ഏത് ജോലിയാണോ അവൻ അവജ്ഞയോടെ കണ്ടത്, അതേ ജോലിയായ അവൻ്റെ പപ്പായുടെ പാസ്റ്റർ പണിക്ക് അവൻ സമർപ്പിച്ചു. അവൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അപ്പൻ്റെ സഭയിലേക്ക് തന്നെ അവനെ നിയമിച്ചു. അവൻ തൻ്റെ ഭവനത്തിലേക്ക് അന്ന് ആദ്യമായി ഒരു കത്തെഴുതി, മമ്മി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ബൈബിൾ സ്കൂളിൽ ചേർന്നു, ഗ്രാജുവേഷൻ കഴിഞ്ഞു, എന്നെ പപ്പായുടെ സഭയിലേക്ക് നിയമിച്ചിരിക്കുകയാണ്, ഞാൻ ചില ആഴ്ചകൾക്ക് ശേഷം അവിടെ ചാർജ് എടുക്കുവാൻ വരികയാണ്. അത്രയും എഴുതി കത്ത് നിർത്തി. നിറകണ്ണുകളോടെ ആ മാതാവ് നഷ്ടപ്പെട്ടിരുന്നെങ്കിലും വീണ്ടും ലഭിച്ച തൻ്റെ മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നു. മകൻ ചെന്നപ്പോൾ അമ്മ അവനെ ഉമ്മ വെച്ചുകൊണ്ട് സ്വീകരിച്ചു. ആ മകൻ്റെ കണ്ണുകൾ അവിടെയെല്ലാം പരതുകയാണ്. താൻ നിന്നിച്ച് ഇറങ്ങിപ്പോയ തൻ്റെ പിതാവിനെ കണ്ട് ആശ്ലേഷിക്കുവാൻ തൻ്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ആ അമ്മ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ വരവും കാത്ത് പപ്പ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ നിന്റെ പപ്പ താൻ പ്രിയം വെച്ച കർത്താവിൽ ചേർന്നു. പുതുതായി ചാർജ് എടുക്കുന്ന പാസ്റ്ററായിരിക്കും തുടർന്നുള്ള ശുശ്രൂഷ ചെയ്യുക എന്ന് നേതൃത്വം അറിയിച്ചിരുന്നു. അത് നീ തന്നെ ആയല്ലോ, അതായിരുന്നു ദൈവനിശ്ചയമെന്ന് ആ മാതാവ് പറഞ്ഞു നിർത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ അവൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ ആരെല്ലാം നമ്മെ അവഗണിച്ചാലും അവഹേളിച്ചാലും അവരെ കൊണ്ട് തന്നെ നമ്മെ അനുഗ്രഹിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
പ്രതികൂലങ്ങൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ പ്രതികൂലമുണ്ടാക്കിയവരെ ധിക്കരിക്കുവാനോ എതിർക്കുവാനോ അവരെ ശപിക്കുവാനോ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ദാനിയേൽ ആശ്രയിച്ചു. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദര്യാവേശന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കണമായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസൻ ആയിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദാനിയേൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ദാനിയേൽ 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ദാനിയേൽ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും അവനെ മാറ്റണമെന്ന് അവൻ്റെ പ്രതിയോഗികൾക്ക് നിർബന്ധമായിരുന്നു. കാരണം ദാനിയേൽ രാജ്യത്തിന് രണ്ടാമനായാൽ പ്രതിയോഗികളുടെ ഒരു തട്ടിപ്പും ദാനിയേൽ സമ്മതിക്കുകയില്ല എന്നതാണ് അവർ ദാനിയേലിനെ ഭയപ്പെടുവാനുള്ള കാരണം. പ്രതിയോഗികൾ 122 പേർ ഒടുവിൽ ഒരു കാര്യം കണ്ടെത്തി. ദാനിയേൽ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നതാണത്. അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് 30 ദിവസത്തേക്ക് രാജ്യത്തുള്ള എല്ലാവരും രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അവരെ സിംഹക്കുഴിയിൽ ഇടയണം രേഖ എഴുതി രാജാവിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. ദാനിയേൽ അത് അറിഞ്ഞുവെങ്കിലും പ്രതികരിച്ചില്ല, പരാതി കൊടുത്തില്ല, ആരുടെയും കാല് പിടിച്ചില്ല. അവൻ ജീവനുള്ള ദൈവമായ യഹോവയിൽ അഥവാ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചു. ഒരു കാര്യം ഉറപ്പുവരുത്തി, താനൊരു പാപവും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ദിവസവും ചെയ്യുന്നത് പോലെ ജെറുസലേമിന് നേരെ കിളിവാതിൽ തുറന്നു വെച്ച് യഹോവയായ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. രാജാവിനോട് ദാനിയേൽ പ്രാർത്ഥിച്ചില്ല. ഇത് കണ്ട 122 പ്രതിയോഗികൾ ദാനിയേലിനെ സിംഹഗുഹയിൽ ഇടുവിച്ചു. സിംഹഗുഹയുടെ വായ്ക്കൽ ഒരു കല്ല് കൊണ്ടുവന്ന് അത് അടച്ച് രാജാവ് മുദ്ര വെച്ചു. ദാനിയേൽ സിംഹഗുഹയിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്നാണ് എല്ലാവരും ചിന്തിച്ചത്. എന്നാൽ ദാനിയേൽ സിംഹഗുഹയിൽ കിടന്ന രാത്രിയിൽ ഉറക്കം രാജാവിനെ വിട്ടുമാറി. പിറ്റേ ദിവസം രാവിലെ രാജാവ് സിംഹഗുഹയുടെ അരികിൽ എത്തി ദാനിയേലിനെ ദുഃഖത്തോടെ വിളിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. രാജാവിനോട് ദാനിയേൽ പറഞ്ഞത് പ്രകാരമായിരുന്നു. സിംഹങ്ങൾ എനിക്ക് കേടു വരുത്താതിരിക്കുവാൻ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. ഇത് കേട്ട രാജാവ് അത്യന്തം സന്തോഷിക്കുകയും ദാനിയേലിനെ സിംഹഗുഹയിൽ നിന്ന് പുറത്ത് എടുക്കുകയും ചെയ്തു. ദാനിയേലിന് കുറ്റം ചുമത്തിയവരെയും അവരുടെ ഭാര്യമാരെയും മക്കളെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പാവപ്പെട്ട ദൈവമകനെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഭക്ഷിക്കാതിരുന്ന സിംഹങ്ങൾക്ക് കർത്താവ് വലിയ ഒരു സദ്യ തന്നെ നടത്തി. 122 പ്രധാനികളും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ 244 ആളുകളും, ഓരോരുത്തർക്ക് ഒരു കുഞ്ഞ് ഉണ്ടെങ്കിൽ 122 മക്കൾ ഉൾപ്പെടെ 366 ആളുകളെ തിന്ന് സന്തോഷിക്കുവാൻ സിംഹങ്ങൾക്ക് ഇടയായി. തൻ്റെ നീതി സിംഹഗുഹയിൽ ഒരു രാത്രി കല്ലിനാൽ അടച്ച് മുദ്രയിട്ടെങ്കിലും പ്രഭാതത്തിൽ തന്നെ ദാനിയേലിൻ്റെ നീതി രാജ്യം മുഴുവൻ അറിയുവാൻ തക്കവണ്ണം ദൈവം വെളിപ്പെടുത്തി. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നുവെന്ന് 30-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സിംഹഗുഹയിൽ നിന്നും തൻ്റെ ദൈവത്താൽ രക്ഷപ്പെട്ട ദാനിയേൽ സന്തോഷത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ ഭയപ്പെടേണ്ട. ആരെല്ലാം നമ്മെ തകർക്കുവാനും ആക്ഷേപിക്കുവാനും തടയുവാനും നോക്കിയാലും നാം പിന്മാറരുത്. നിന്ദിക്കപ്പെടേണ്ടി വന്നാലും നാം മാനിക്കപ്പെട്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. ഒരു ദിവസം ദൈവം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ദിവസം
നമ്മെ തടഞ്ഞു വെച്ചിട്ടുള്ള കല്ല് ആരുടെ മുദ്രയുള്ള കല്ലാണെങ്കിലും ആ മുദ്രയിട്ടവരും കല്ല് വെച്ചവരും തന്നെ അത് മാറ്റി നമ്മെ സ്വതന്ത്രർ ആക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആകയാൽ ദാനിയേലിനെ പോലെ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് നിത്യജീവനെ പ്രാപിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ അങ്ങ് അവർക്ക് പൂർണ്ണ സൗഖ്യവും വിടുതലും കർത്താവ് കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്ക് അനുസരണഭാവം കർത്താവ് കൊടുക്കണമേ. ദുഷ്ടൻ്റെ കെണിയിൽപ്പെടാതെ ജീവിപ്പാൻ വേണ്ട ദൈവകൃപ എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങ് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം അങ്ങയുടെ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ അടിയനെയും അടിയിൽ നിന്ന് കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.